ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് ടിൻഡ് ഫിഷിൽ നിന്ന് എങ്ങനെ ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ട്യൂണ ചങ്ക്സ് ഇൻ സൺഫ്ലവർ ഓയിലാണ് ഞങ്ങളെടുത്തത്. ഇതിനായി 4 ടിൻ വരുന്ന 2 പാക്കാണ് ഞാൻ എടുത്തത്. നമുക്ക് 30 കട്ട്ലറ്റ്സ് ഉണ്ടാക്കാം. ഇതിനായി ചെറുതായി അരിഞ്ഞ 3 സവോള, ചെറുതായി അരിഞ്ഞ ഇഞ്ചി 1 കപ്പ്, 3-4 പച്ചമുളകും മല്ലിയിലയും ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ ഗരം മസാലയും, ഏകദേശം 4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ആവശ്യാനുസൃതം ചേർക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് ഉരുളൻകിഴങ്ങാണ് ആവശ്യം. ഞാൻ 5 മീഡിയം സൈസ്ഡ് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം കുക്കിംഗ് തുടങ്ങുകയാണ്. പാൻ വെച്ചു. സോ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, നമ്മൾ ട്യൂണ ചങ്ക്സ് ഇൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. സോ നമ്മൾ ആ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് സവോള വഴറ്റാനും ജിഞ്ചറൊക്കെ വഴറ്റിയെടുക്കാനായിട്ട്. സോ നമ്മൾ എക്സ്ട്രാ ഓയിലൊന്നും എടുക്കുന്നില്ല. വെള്ളം കണ്ടന്റ് ഉണ്ടായതുകൊണ്ട് ഓയിൽ ചൂടാകുമ്പോൾ ചെറുതായിട്ട് പൊട്ടിത്തെറിക്കും. അത് മാറുന്ന വരെ ലോ ഫ്ലെയിമിൽ പാനൊന്ന് അടച്ചു വെക്കണം. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വഴറ്റിയെടുത്തു. അതിനുശേഷം സവോള കുഞ്ഞായിട്ട് അരിഞ്ഞതും വഴറ്റിയെടുക്കുകയാണ്. മല്ലിയില നമുക്ക് ലാസ്റ്റിലിടാം. സവോള വഴറ്റുന്നതിന് ആവശ്യമായി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. സോ നമ്മളുടെ ഇഞ്ചിയും സവോളയും ഒക്കെ കുറച്ച് വഴന്നു. അപ്പോൾ നമ്മൾ മല്ലിയില ആഡ് ചെയ്യും. ഇത് കുറച്ച് ഗോൾഡൻ നിറമാകുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന പൊട്ടറ്റോ ഇപ്പോൾ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ മാഷ് ചെയ്തെടുത്ത്, അതിൻ്റെ പിക്ചർ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമ്മളുടെ ഫിഷ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. സോ നമ്മൾ ആദ്യം എടുത്ത പാനിലേക്ക് ടിൻ ഫിഷ് എല്ലാം ഇടുന്നു. ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുന്നു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഫിഷ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഉരുളൻകിഴങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് യോജിപ്പിക്കുന്നു. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അതിന് കുറച്ചുകൂടെ ഫ്ലേവർ നിൽക്കാം. ഇനി കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുന്നതിന് 3 മുട്ടയുടെ വെള്ള, ഒരു ഷാലോ പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസ് കുറച്ചുകൂടെ ഫൈനായിട്ട് പൊടിച്ചത്. സോ ഇനി ഫൈനൽ സ്റ്റേജാണ്. നമ്മളുടെ ഫിഷ് മിക്സിനെ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിലാക്കുന്നു. ഞങ്ങൾ റൗണ്ട് ഷേപ്പാക്കി. പിന്നെ മുട്ടയുടെ എഗ് വൈറ്റിനകത്ത് മുക്കുന്നു, ബ്രെഡ് ക്രംസിലോട്ട് മുക്കുന്നു. നമ്മളുടെ ഫിഷ് ടിന്നിൽ വരുന്ന സൺഫ്ലവർ ഓയിലാണ് കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാനും എടുത്തേക്കുന്നത്. സോ കട്ട്ലറ്റ് ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്തെടുക്കുന്നു. നമുക്കൊരു 30 കട്ട്ലറ്റ്സ് റെഡിയാക്കാൻ പറ്റി. നിങ്ങളും ട്രൈ ചെയ്യണം ഈ യമ്മി റെസിപ്പി. താങ്ക്സ് ഫോർ വാച്ചിങ്.